നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ലിയോ. ആദ്യം പ്രധാന വാർത്തകൾ. ദുബായിൽ കൊറോണ ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചത് കോഴിക്കോട് നാദാപുരം സ്വദേശി മജീദ്. കുവൈറ്റിൽ കൊറോണ ബാധിച്ച് 8 മരണം കൂടി. രാജ്യത്തെ കൊറോണ മരണസംഖ്യ 96 ഉയർന്നു. 885 പേർക്ക് പുതുതായി രോഗബാധ. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കം. നാളെ UAE-യിൽ നിന്നും കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ. We provide 1 lakh crore for aggregators, FPOs, primary agriculture cooperative societies, all for strengthening the farm gate infrastructure. കർഷകരെ ഹൃദയത്തോട് ചേർത്ത് നരേന്ദ്രമോദി സർക്കാർ. കാർഷിക മേഖലയ്ക്ക് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി. കൃഷി തുടങ്ങുമ്പോൾ തന്നെ കർഷകന് വില നിശ്ചയിക്കാം. കർഷകന് കൂടുതൽ സ്വാതന്ത്ര്യം ഉറപ്പാക്കി നിയമനിർമ്മാണം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 11 നിർണായക പ്രഖ്യാപനങ്ങൾ. അവശ്യ സാധന നിയമം ഭേദഗതി ചെയ്യും. കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. മീൻപിടുത്തക്കാർക്കും മൃഗസംരക്ഷണത്തിനും പ്രത്യേക ഊന്നൽ നൽകി 3ാം ഘട്ട പ്രഖ്യാപനം. മീൻപിടുത്ത മേഖലയ്ക്ക് 20,000 കോടി. ചെറുകിട ഭക്ഷ്യോൽപ്പന്ന മേഖലയ്ക്ക് 10,000 കോടി. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള ബ്രാൻഡ് ഉറപ്പാക്കും. പശുപരിപാലനത്തിന് 13,343 കോടിയുടെ സഹായം. ക്ഷീരകർഷകർക്ക് 15,000 കോടി. അസംഘടിത മേഖലയ്ക്കും സ്ത്രീകൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്കും പ്രത്യേക ഊന്നൽ. തേനീച്ച കർഷകർക്ക് 500 കോടി. ഔഷധ സസ്യ കൃഷിക്ക് 4,000 കോടി. ഗംഗാതീരത്ത് 800 ഹെക്ടർ ഔഷധ സസ്യ ഇടനാഴി. സംസ്ഥാനത്ത് 16 പേർക്ക് കൂടി കൊറോണ. വയനാട്ടിൽ 5, മലപ്പുറത്ത് 4, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 2 പേർക്ക് വീതവും വൈറസ് ബാധ. 7 പേർ വിദേശത്തു നിന്നും വന്നവർ. 3 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 16 ഹോട്ട്സ്പോട്ടുകൾ. വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണം. സംസ്ഥാനത്ത് ബാറുകൾ വഴി മദ്യം പാഴ്സൽ നൽകും. വിജ്ഞാപനം ഇറക്കി സർക്കാർ. ഈ വകുപ്പ് മന്ത്രി അറിയാതെ മുഖ്യമന്ത്രി എല്ലാം തീരുമാനിക്കുന്ന കേരള സർക്കാർ ശൈലിയല്ല കേന്ദ്രത്തിൽ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് തിരിച്ചടി നൽകി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വകുപ്പ് മന്ത്രി അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ ശൈലിയല്ല കേന്ദ്രത്തിൻ്റേത്. പിണറായിക്ക് സത്യം പുറത്തു വരുന്നതിലുള്ള അസ്വസ്ഥത. പ്രവാസികളെ പെരുവഴിയിലാക്കരുത്. ക്വാറന്റൈനിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിടുവായത്തം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വി മുരളീധരൻ ജനം ടിവിയോട്. ക്വാറന്റൈൻ 7 ദിവസം മതിയെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്രം ഹൈക്കോടതിയിൽ. രാജ്യത്ത് കൊറോണ ബാധിച്ച് 2,649 മരണം. വൈറസ് ബാധിതരുടെ എണ്ണം 80,000 പിന്നിട്ടു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയ്ക്ക് ലോകബാങ്കിന്റെ $100 കോടി ധനസഹായം. ലോകത്ത് കൊറോണ മരണം 3,04,000-ലേറെ. 45 ലക്ഷത്തിലേറെ പേർക്ക് വൈറസ് ബാധ. സംസ്ഥാനത്ത് കാലവർഷം ജൂൺ 5-നെത്തും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണ്ണിലേക്കും പ്രകൃതിയിലേക്കും മടങ്ങാനുള്ള ആഹ്വാനവുമായി തുളസി നട്ട് കേരളം. RSSന്റെ പരിസ്ഥിതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് മുക്തമാക്കി വീട്ടുവളപ്പിൽ തുളസി നട്ടു. വാർത്തകൾ വിശദമായി. നേരിടാം ഒറ്റക്കെട്ടായി. കർഷകരെ ഹൃദയത്തോട് ചേർത്ത് നരേന്ദ്രമോദി സർക്കാർ. കാർഷിക മേഖലയ്ക്ക് 1 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. കൃഷി തുടങ്ങുമ്പോൾ തന്നെ കർഷകന് വില നിശ്ചയിക്കാം എന്ന നിയമനിർമ്മാണം കൊണ്ടുവരും. മത്സ്യബന്ധനത്തിനും മൃഗസംരക്ഷണത്തിനും പ്രത്യേക ഊന്നൽ നൽകിയാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പദ്ധതി പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൊറോണ പ്രതിസന്ധി മറികടക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപ പദ്ധതിയുടെ 3ാം ഘട്ട പ്രഖ്യാപനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള 11 പദ്ധതികളെക്കുറിച്ച് ധനമന്ത്രി വിശദീകരിച്ചു. കൃഷി രാജ്യത്തിന്റെ നട്ടെല്ലാണ്. ഉൽപാദനവും വിതരണവും വർദ്ധിപ്പിക്കുമെന്നും കാർഷിക മേഖലയുടെ വികസനത്തിനായി 1 ലക്ഷം കോടി രൂപയുടെ ധനസഹായം നൽകുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു. We provide 1 lakh crore for aggregators, FPOs, primary agriculture cooperative societies, farmer producer organizations which are mentioned FPOs,
all for strengthening the farm gate infrastructure. ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് 10,000 കോടി അനുവദിക്കുമെന്നും 2 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ക്ഷീരസഹകരണ സംഘങ്ങൾക്കായി 5,000 കോടി നൽകും. മത്സ്യബന്ധന മേഖലയ്ക്ക് 20,000 കോടി രൂപയുടെ സഹായം നൽകുമെന്നും മത്സ്യബന്ധന മേഖലയിൽ 1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Pradhan Mantri Matsya Sampada Yojana was announced during the budget. What this would mean is for activities related to marine inland fisheries and also aquaculture, this money would be provided. We expect it will give employment for about 55 lakhs of people. Everywhere, the underlying principle is to empower people, give them resources so that they can produce for themselves and have a livelihood for themselves rather than go only on entitlements. ലോക്ക്ഡൌൺ കാലയളവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന വഴി 18,700 കോടി രൂപ കർഷകർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകിയെന്നും താങ്ങുവില ഉറപ്പാക്കാൻ 74,300 കോടി രൂപ നൽകിയെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു. The minimum support price purchases to an extent of 74,300 crores had taken place during the lockdown, and also 18,700 crores have been transferred to the accounts of farmers directly into their accounts under the scheme PM Kisan Samman, and that is only during the 2 months. And then Fasal Bima Yojana claim payments have been cleared to the extent of 6,400 crores in the last 2 months. ജനം, ഡൽഹി. സംസ്ഥാനത്ത് ഇന്ന് 16 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 80 ഉയർന്നു. ഇന്നത്തെ പരിശോധനാ ഫലത്തിൽ ആർക്കും രോഗമുക്തിയില്ല. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണിതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. ഇന്ന് 16 പേർക്കാണ് കോവിഡ്-19 നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. വയനാട്ടിൽ 5 പേർക്കും മലപ്പുറത്ത് 4 പേർക്കും ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 2 പേർക്ക് വീതവും കൊല്ലം, പാലക്കാട്, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 80 ഉയർന്നു. പരിശോധനാ ഫലം ലഭിച്ചതിൽ ഇന്നാരും നെഗറ്റീവ് ഇല്ല. ഇന്ന് പോസിറ്റീവായവരിൽ 7 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 4 പേർക്കും മുംബൈയിൽ നിന്നെത്തിയ 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 3 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. ഇതുവരെ 576 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 48,825 പേർ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളതിൽ 48,287 പേർ വീടുകളിലും 538 പേർ വിവിധ ആശുപത്രികളിലുമാണ് കഴിയുന്നത്. ഇന്ന് മാത്രം 122 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് 36 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കോഴിക്കോട് 17ഉം കാസർഗോഡ് 16 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈറസ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ ആശുപത്രിയിൽ കഴിയുന്നത് വയനാട് ജില്ലയിലാണ്. 19 പേരാണ് വയനാട് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ 42,201 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 40,639 എണ്ണത്തിൽ രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 4,630 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 4,424 നെഗറ്റീവായിട്ടുണ്ട്. നിലവിൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 16 ഇന്ന് വരെ 576 കേസുകളിൽ വിദേശത്തു നിന്നും വന്ന 311 പേർക്കാണ് രോഗബാധയുണ്ടായത്. ഇതിനു പുറമെ 8 പേർ വിദേശികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 70 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ സമ്പർക്കത്തിലൂടെ രോഗബാധിതരായത് 187 പേരാണ്. സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം പടരുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എല്ലാവരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം പടരാനുള്ള സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരുതൽ വർദ്ധിപ്പിച്ചേ മതിയാവും. സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കലും നിർബന്ധമാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശം ലംഘിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും മോട്ടോർ സൈക്കിൾ ബ്രിഗേഡ് സംവിധാനം ഏർപ്പെടുത്തി. നിരീക്ഷണത്തിലുള്ളവരുടെ വീടുകളിലും സമീപത്തും പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കുകളിൽ പട്രോളിംഗ് നടത്തുകയും വീടുകളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനം, തിരുവനന്തപുരം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. നാളെ UAE-യിൽ നിന്നും കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ സർവീസ് നടത്തും.
വന്ദേ ഭാരത് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. ആദ്യ ദിവസം UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ സർവീസ് നടത്തും. ദുബായ് കൊച്ചി വിമാനം ഉച്ചയ്ക്ക് 1 മണിക്കും, അബുദാബി തിരുവനന്തപുരം വിമാനം വൈകിട്ട് 5 മണിക്കും, അബുദാബി കോഴിക്കോട് വിമാനം വൈകിട്ട് 6 മണിക്കും പുറപ്പെടും. 177ഓളം യാത്രക്കാർ ഓരോ വിമാനത്തിലും ഉണ്ടാകും. ഗർഭിണികൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, പ്രായമായവർ, പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക തയ്യാറായതായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. മുൻപുള്ള യാത്രകളിൽ ഉള്ളതുപോലെ യാത്രക്കാർ 5 മണിക്കൂർ മുൻപായി വിമാനത്താവളത്തിലെത്തണം. ഗർഭിണികളും പ്രായമായവരും 4 മണിക്കൂർ മുൻപ് എത്തിയാൽ മതിയാകും. യാത്രക്കാർക്കെല്ലാം വിമാനത്താവളത്തിൽ കോവിഡ് റാപ്പിഡ് ടെസ്റ്റും ഉണ്ടാകും. അതേസമയം രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ ഗർഭിണികൾക്ക് കൂടുതൽ ടിക്കറ്റ് നൽകുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇതിനുള്ള നടപടികളും ആരംഭിച്ചതായി കോൺസുൽ ജനറൽ വിപുൽ അറിയിച്ചു. UAE-യിലെ എംബസിയിലും കോൺസുലേറ്റിലും രജിസ്റ്റർ ചെയ്തവരിൽ ആകെ 6500-ലധികം ഗർഭിണികളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ്. ജനം, ദുബായ്. കുവൈറ്റിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുപോകുന്നതിനായുള്ള ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയിരുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് എംബസി രജിസ്ട്രേഷൻ ആരംഭിച്ചത്. രോഗബാധിതർ, ഗർഭിണികൾ, മരണവുമായി ബന്ധപ്പെട്ട യാത്രികർ മുതലായവർ cw.kuwait@mea.gov.in എന്ന വിലാസത്തിൽ എംബസിക്ക് ഇമെയിൽ വഴി അയക്കാമെന്ന് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിമാന ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എംബസിക്ക് ഒരു തരത്തിലും ബന്ധമില്ല. എല്ലാ യാത്രകൾക്കുമുള്ള വിമാനങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള ഏക ഏജൻസി എയർ ഇന്ത്യ മാത്രമാണ്. യാത്രക്കാരുടെ അപേക്ഷകൾ തെരഞ്ഞെടുക്കുന്നതിനും മുൻഗണന നൽകുന്നതിനുമുള്ള അധികാരം എംബസിക്ക് മാത്രമായിരിക്കുമെന്നും യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ലഭിക്കുന്ന ഉറപ്പുകൾക്കോ വാഗ്ദാനങ്ങൾക്കോ എംബസി ഉത്തരവാദിയായിരിക്കില്ലെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാട്ടിലേക്ക് പോകുന്നവരുടെ മുൻഗണനാക്രമം അട്ടിമറിച്ച് അനർഹർക്ക് സീറ്റ് അനുവദിച്ചുവെന്ന് പരാതികൾ വന്നിരുന്നു. അസുഖബാധിതർക്കും ഗർഭിണികളടക്കമുള്ളവർക്ക് അവസരം നഷ്ടമായെന്നാണ് ആരോപണമുയർന്നത്. ജനം, കുവൈറ്റ്. കൊറോണ വൈറസ് പ്രതിസന്ധി കാരണം പ്രവാസികൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി വിലയിരുത്തൽ. ജോലിയും ശമ്പളവും ഇല്ലാതെ നിരവധി പ്രവാസികളാണ് താമസ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. മറ്റ് രോഗങ്ങളോടൊപ്പം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗും ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 10ഓളം മലയാളികളാണ് വൈറസ് ബാധിച്ചും ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്നും കുവൈറ്റിൽ മരണമടഞ്ഞത്. വർദ്ധിച്ചു വരുന്ന കൊറോണ മരണസംഖ്യയും ഉയർന്നുവരുന്ന രോഗം സ്ഥിരീകരിക്കുന്നവരുടെ തോതും കാരണം നിരവധി പ്രവാസികളാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ നിരവധി പ്രവാസികളാണ് താമസ കേന്ദ്രങ്ങളിൽ നിന്നും ലോക്ഡൌൺ കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കഴിഞ്ഞുകൂടുന്നത്. രോഗഭീതിയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മുതലായ കാരണങ്ങളാൽ പ്രവാസികളിൽ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ വരുന്നതായി ഡോക്ടർമാർ പറയുന്നു. അതായത് രോഗമില്ലാതെ തന്നെ രോഗം വരുമോ അഥവാ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിഷമങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ നമ്മൾ ആലോചിച്ച് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ രോഗം കൊറോണ ബാധിക്കാതെ തന്നെ ഈ മാനസിക പിരിമുറുക്കം കാരണം മറ്റ് രോഗങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുവരുന്നത്. കുടുംബത്തെക്കുറിച്ചോർത്തുള്ള വിഷമം കാരണം നിരവധി പേർ വിഷാദാവസ്ഥയ്ക്ക് അടിമപ്പെടുകയാണ്. മനോവിഷമങ്ങൾ സുഹൃത്തുക്കളുമായും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായിട്ടോ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെ പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ വിഭീഷ് തിക്കോടി അഭിപ്രായപ്പെട്ടു. അമിതമായ ഉത്കണ്ഠക്കോ വിഷാദത്തിനോ വഴിപ്പെടാതെ നോക്കാതിരിക്കാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ മനോവിഷമങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളുമായി പങ്കിടുക എന്നുള്ളതാണ്. മാത്രമല്ല അതാത് പ്രദേശത്തെ മാനസികാരോഗ്യ പ്രവർത്തകരുമായിട്ടോ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായിട്ടോ നിങ്ങൾ നിരന്തരമായിട്ടുള്ള സമ്പർക്കം ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യാൻ സാധിക്കും. മറ്റു രോഗങ്ങളോടൊപ്പം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി കുവൈറ്റിലെ വിവിധ സന്നദ്ധ സംഘടനകൾ സൗജന്യ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനം, കുവൈറ്റ്. വാർത്തകളിലേക്ക്. നാദാപുരം സ്വദേശി ദുബായിൽ കൊറോണ ബാധിച്ച് മരിച്ചു. വാണിമേൽ പുതുക്കയം കുനിയിൽ മജീദാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ദുബായിൽ അൽതായർ മോട്ടോഴ്സിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കുവൈറ്റിൽ കൊറോണ ബാധിച്ച് 8 പേർ കൂടി മരണമടഞ്ഞു. ഇതോടെ രാജ്യത്തെ കൊറോണ മരണസംഖ്യ 96ആയി. അതിനിടെ 885 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 8 പേരാണ് ഇന്ന് കൊറോണ രോഗത്തെ തുടർന്ന് മരിച്ചത്. രാജ്യത്തെ കൊറോണ മരണസംഖ്യ 96ആയി. ഇന്ന് 885 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതോടെ ആകെ കൊറോണ കേസുകളുടെ എണ്ണം 12,860 ഉയർന്നു.
ഇന്ന് സ്ഥിരീകരിച്ച 184 ഇന്ത്യക്കാരുൾപ്പെടെ ആകെ 4349 ഇന്ത്യക്കാർക്കാണ് ഇതുവരെ കൊറോണ രോഗബാധ കണ്ടെത്തിയത്. ഫർവാനിയ, ഹവല്ലി, അഹമ്മദി പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം കണ്ടെത്തിയത്. ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 109 പേർ കുവൈറ്റ് സ്വദേശികളാണ്. ഈജിപ്തുകാർ 267, ബംഗ്ലാദേശികൾ 115, മറ്റുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഇന്ന് 189 പേര് കൂടി രോഗമുക്തി നേടി. ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 3640 ചികിത്സയിൽ കഴിയുന്ന 9124 പേരിൽ 175 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്നും ഇവരിൽ 90 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനം, കുവൈറ്റ്. കൊറോണ പ്രതിസന്ധി അതിജീവിക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതിനായി ഓൺലൈൻ ഹാപ്പിനെസ് പ്രോഗ്രാമുമായി ആർട്ട് ഓഫ് ലിവിംഗ്. സാമൂഹിക അകലം പാലിച്ച് വീട്ടിലിരുന്ന യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ പരിശീലിക്കാം. കൊറോണ എന്ന മഹാമാരി ലോക ജനതയുടെ ശാരീരികമായ ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായ ആരോഗ്യത്തെ കൂടെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശാരീരികമായ ആരോഗ്യത്തോടൊപ്പം മാനസികമായ ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആർട്ട് ഓഫ് ലിവിംഗ് സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഹാപ്പിനെസ് പ്രോഗ്രാം മെയ് 15 മുതൽ മെയ് 17 വരെ അമേരിക്കയിൽ ഉടനീളം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് യോഗ, മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. വളരെയധികം ആളുകൾ ഇതോടനുബന്ധിച്ച് ഈ പ്രോഗ്രാമിനോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 3000 മുതൽ 4000 പരം ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് KHNA കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക പൂജ്യ സ്വാമിജി സദ്യോജിതയുടെ ആഭിമുഖ്യത്തിൽ ബിയോണ്ട് ബ്രെത്ത് എന്ന പരിപാടിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടി മെയ് 17 നിശ്ചയിച്ചിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം 1000 പരം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് KHNA പ്രസിഡന്റ് ശ്രീ സതീഷ് അമ്പാടി അറിയിച്ചു. മാനസികമായ ആരോഗ്യം ഏത് പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കും. അതിനായി ഭാരതത്തിന്റെ ഈ തനതായ മാർഗങ്ങൾ ഉപകരിക്കും എന്നും കൂടുതൽ ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ജനം TV അമേരിക്കയ്ക്ക് വേണ്ടി ശ്രീജിത്ത് ശ്രീനിവാസൻ. വിദേശത്ത് അകപ്പെട്ട പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് ദൗത്യം തുടരുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിലേക്ക്. My name is Sarthak Mudgal. I live in New York. I'm a presidential A.R. Rahman scholar. A.R. Rahman, everybody knows A.R. Rahman. So I'm the full scholarship student for Berklee College of Music. Now I live in New York. And special kudos and thanks that I want to really give to the Consulate General of India, because I was literally on the verge of not getting the flight, and my mother being sick back in my home country, I really wanted to go back home because I don't want to miss the opportunity as a single child of not being with my mother when she's sick. I'm really, really grateful to the Consulate General of India. Thank you so much. My humble tribute and my regards to you. That thank you for letting people like us make so that we can hug our parents and so we can have this light of hope inside our heart. A big kudos, and Indian Embassy is doing fantastic. I think it's doing the best in the world right now. Thank you so much. NRIs ഓഫ് കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടെലി ആരോഗ്യ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസികൾക്കായി നമോ ഹെൽപ്പ് ലൈൻ വഴി ഡോക്ടർമാരുടെ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. കൊറോണയ്ക്കെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ശാസ്ത്രലോകത്തിനും ആദരമർപ്പിച്ച് കുവൈറ്റിലെ ഒരു കൂട്ടം ഗായകർ. കൊറോണ മുന്നണി പോരാളികൾക്കായി പ്രാർത്ഥനാഗാനമൊരുക്കിയിരിക്കുകയാണ് കുവൈറ്റിലെ ഈ ഗായകരുടെ കൂട്ടായ്മ. കുവൈറ്റിലെ സരിഗമ മ്യൂസിക് ബാൻഡാണ് കൊറോണ അണുബാധയെ നിർമ്മാർജ്ജനം ചെയ്യാൻ പാടുപെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ശാസ്ത്രലോകത്തിനും പ്രാർത്ഥനാ ഗാനവുമായി എത്തിയിരിക്കുന്നത്. കൊറോണ മഹാമാരി ലോകമാകെ പടർന്നു പിടിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകരിലാണ് മനുഷ്യരാശിയുടെ പ്രതീക്ഷ. ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചും വൈറസ് ബാധിച്ച് ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചും ഗായകരുടെ ഈ കൂട്ടായ്മ അണിയിച്ചൊരുക്കിയ ഗാനം ശ്രദ്ധേയമാവുകയാണ്. ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഗായകൻ കൂടിയായ വിജയ് കുമാറാണ്. ലോകത്തിന്റെ ആധിയും വ്യാധിയും തീർത്ത് കാത്തുരക്ഷിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനാ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വലയുന്നൊരീ
ഞങ്ങൾക്കു നീ തണലാകണേ. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. സുരേഷ് ഗോപിയുടെ കരുതൽ പ്രവാസ ലോകത്തേക്കും. UAE-യിൽ രക്താർബുദം ബാധിച്ച് മരിച്ച 4 വയസ്സുകാരൻ്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഷാർജയിൽ താമസിക്കുന്ന പാലക്കാട് തിരുവഴിയോട് ചങ്ങോത്ത് ഹൗസിൽ കൃഷ്ണദാസ് ദിവ്യ ദമ്പതികളുടെ ഇളയ മകൻ വൈഷ്ണവ് കൃഷ്ണദാസ് ഈ മാസം 8-നായിരുന്നു രക്താർബുദം ബാധിച്ച് മരിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. കൃഷ്ണദാസും കുടുംബവും നേരത്തെ താമസിച്ചിരുന്ന കോയമ്പത്തൂരിൽ നിന്നായിരുന്നു പാസ്പോർട്ട് എടുത്തത്. കൊറോണയുടെ പശ്ചാത്തലത്തിലുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ആരംഭിച്ച പ്രത്യേക വിമാന സർവീസ് നിയമമനുസരിച്ച് അന്യസംസ്ഥാനക്കാരെ കൊണ്ടുപോകാൻ പാടില്ലാത്തതിനാൽ വൈഷ്ണവിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ദുബായിലെ സാമൂഹ്യ പ്രവർത്തകൻ MS ശ്രീജിത്ത് ദുബായിലെ BJP നേതാവ് പത്മകുമാറിന്റെ സഹായത്തോടെ നടനും MPയുമായ സുരേഷ് ഗോപിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ, കേരള മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടു. UAE ഏത് ഫ്ലൈറ്റ് പോയാലും ആദ്യത്തെ ഫ്ലൈറ്റിൽ ഈ ബോഡി കയറ്റി വിടണമെന്ന് വളരെ നിർബന്ധപൂർവ്വം ശ്രീ സുരേഷ് ഗോപി ആവശ്യപ്പെടുകയും അതനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻജി അദ്ദേഹത്തിന്റെ ഓഫീസും വളരെ ശക്തമായിട്ട് ഇടപെട്ടു. വേണ്ട സഹായങ്ങൾ ചെയ്യാൻ V മുരളീധരൻ തന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ നന്ദകുമാറിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് സുരേഷ് ഗോപിയും ഡോക്ടർ നന്ദകുമാറും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച നടത്തി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ശ്രീ സുരേഷ് ഗോപി MPയുടെ ഇടപെടലാണ് ഈ സാങ്കേതിക തടസ്സം നീക്കാൻ നമ്മളെ സഹായിച്ചത്. ഇതിനെ തുടർന്ന് കുട്ടിയുടെ മൃതദേഹം ദുബായ് കൊച്ചി വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX 434 വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. BJP നേതാവ് PS ശ്രീധരൻപിള്ള, ദുബായിലെ സാമൂഹ്യ പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരി, മനീഷ് കുമാർ, തൃശൂരുള്ള രാമകൃഷ്ണൻ എന്നിവരുടെ പിന്തുണയും ഇതിനായി ലഭിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് മൃതദേഹം പാലക്കാടേക്ക് കൊണ്ടുപോവുക. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ. നമസ്തേ.